നിറയെ പൂവിട്ട് നിൽക്കുകയാണ് മരമുല്ല. കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മണമാണ്. പിച്ചിപ്പൂവിനെ തോൽപ്പിക്കും ഇതിൻ്റെ മണം. അത്രയ്ക്കും ഭയങ്കര മണമാണ് ഇതിനുള്ളത്. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് മരമുല്ലയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഗാർഡൻ ചെയ്യുന്നവരുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരു ചെടി തന്നെയാണ് മരമുല്ല. ചെടിയിൽ കുറച്ച് ദിവസം കൊണ്ട് ചെറിയ മൊട്ടുകൾ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് നല്ല മണം വരുന്നത്. നോക്കിയപ്പോൾ മരമുല്ല പൂത്തു നിൽക്കുന്നു. അതിൽ നിറയെ പൂക്കളായിരുന്നു. ഇന്നായപ്പോൾ അത് കുറച്ച് പൊഴിഞ്ഞു. ഇതിൻ്റെ ചുവട്ടിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, കുറേ പൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ചെറിയ രീതിയിൽ മാത്രമേ പ്രൂൺ ചെയ്ത് കൊടുക്കാറുള്ളൂ. എൻ്റെ നല്ല ഷേപ്പായാണ് നിൽക്കുന്നത്. ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ സൈഡിൽ നിന്ന് കമ്പൊടിച്ച് കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ഇരിക്കുന്നതിന് സൈഡിൽ നിന്നാണ് ഞാൻ ഒരു കമ്പ് വെട്ടിയത്. അവിടെ ചെറിയ ഒരു കമ്പ് പൊടിച്ച് വരികയും അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കൈവശം മരമുല്ല ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് മതി ഇതിൽ നിറയെ പൂക്കളുണ്ടാകാൻ. ഇത് ചട്ടിയിലും നമുക്ക് നിലത്തും വെച്ച് പിടിപ്പിക്കാൻ കഴിയും. കണ്ടോ, പൂക്കൾ പല സ്റ്റേജുകളിലായാണ് നിൽക്കുന്നത്. ചെറിയ മൊട്ടുകൾ മുതൽ പൂക്കൾ വരെ ഉണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാം. ഈ ചെടിക്ക് നല്ല വെയിൽ ആവശ്യമാണ്. ഈർപ്പം മാറുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക. നല്ല വെയിലുള്ള സമയത്ത് ഞാൻ രാവിലെയും വൈകുന്നേരവും ഈ ചെടിക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാറുണ്ട്. നല്ല വെയിലില്ലെങ്കിൽ ചെടിക്ക് ഒരു നേരം മാത്രമേ വെള്ളമൊഴിച്ച് കൊടുക്കാറുള്ളൂ. ഈ ചെടിയിൽ ചെറിയ കാ വരാറുണ്ട്. ഇത് ഇപ്പോൾ പച്ച നിറത്തിൽ വന്ന് ഇടയ്ക്കൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് പഴുത്ത് താഴെ വീണ് പോകും. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. നിങ്ങളുടെ കൈവശം മരമുല്ല ഉണ്ടോ? താഴത്താണോ ചട്ടിയിലാണോ നട്ടിരിക്കുന്നത്? കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഇതിൻ്റെ ചുവട് ഇളക്കിയ ശേഷം നമ്മൾ ഒരു ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. ഇത് തേയിലയാണ്. തേയിലക്കൊത്ത് ഞാൻ ചായ ഇട്ടതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേ ആകുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. നിങ്ങൾ ഈ ചെടിക്ക് ഏത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്? ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഈ ചെടിക്ക് കാമിനി മുല്ല എന്ന് മറ്റൊരു പേരും കൂടിയുണ്ട്.